പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 15 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ കൈകളെ പിടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് സഞ്ചാരം ആരംഭിക്കുകയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലൂടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, മരണത്തോട് കീഴ്വഴങ്ങിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചവനെ, നിന്റെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇന്നത്തെ ദിവസം നിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള പുതിയ മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഭവങ്ങളുടെ അങ്ങേ അറിയുവാനും ആ അനുഭവത്തിൻ്റെ ബോധ്യത ജീവിക്കുവാനും ബോധ്യത്തിൻ്റെ സാക്ഷ്യത്തിൽ കർത്താവെ നിന്റെ മഹത്വത്തിൻ്റെ അടയാളമായി ഈ ഭൂമി പരിരസിക്കുവാൻ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, അനേകം മക്കൾ കണ്ണീരോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, മുടി കൊഴിഞ്ഞു പോകുന്നവരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇതൊന്നും ചിന്തിക്കപ്പോലും ഇല്ലായിരുന്ന സമയത്ത് ഞാനത് കാണുന്നുണ്ട്. കർത്താവെ, അത് കീമോ എടുത്തവരായാലും ശരി, അല്ലാതെ തന്നെ പ്രായാധിക്യത്താലും അല്ലെങ്കിൽ അകാല വാർദ്ധക്യത്താലും മുടി കൊഴിയുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ളവരെല്ലാം കുറച്ച് നാണിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണം ഒത്തുവരാത്തവരുണ്ട്. അങ്ങനെ മനസ്സിന് സങ്കടമുള്ളവരുണ്ട്. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണമേ. അവരുടെ സങ്കടങ്ങൾ കർത്താവ് നീ പരിഹരിക്കണമേ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത മക്കൾ, വിവാഹത്തിന് കാലമായിട്ടും കാലം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കിട്ടാനോ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങാത്ത കുടുംബങ്ങളെ പ്രത്യേകം ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഭവനവും ഇല്ലാത്ത ദിവസം പ്രാർത്ഥിക്കുന്നു, മക്കൾ ഇല്ലാത്ത ദിവസം പ്രാർത്ഥിക്കുന്നു, മക്കൾ പഠിക്കാത്തവരുണ്ട് ഈശോയെ, ഹൈപ്പർ ആക്ടിവിറ്റികളുണ്ട് ഈശോയെ, ഒട്ടിസം ഉള്ളവരുണ്ട് ഈശോയെ, മക്കൾ കൊണ്ട് പൊറുതിമുട്ടിട്ട് ജീവിക്കാൻ പറ്റാതെ പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിരിക്കുന്ന മക്കൾ കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, ഇവർ ജനിക്കാതിരുന്നെങ്കിൽ, എല്ലായിടത്തും ചത്തുപോയിരുന്നെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് പ്രായിപ്പോകുന്ന രീതിയിൽ ജീവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ തൊടണമേ, നിൻ്റെ തിരുരക്തത്തിൽ അവരെ കഴുകണമേ. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ കർത്താവ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിപ്പെട്ടിരിക്കുന്ന മക്കളുടെ ആന്തരിക അവബോധ മനസ്സുകളെയും ആന്തരിക ശീലങ്ങളെ കർത്താവ് നീ കഴുകണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ എല്ലാവിധ പൈശാചിക തിന്മകളും ദുശ്ശീലങ്ങളും എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കേസിൽ അകപ്പെട്ട പോയ കുടുംബങ്ങൾ, പോസ്കോയിൽ അകപ്പെട്ടു പോയ കുടുംബങ്ങൾ, കള്ളക്കേസിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ നീ കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോ, ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കർത്താവ് സമാധാനത്തോടെ ജീവിക്കാനും ആ ജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അങ്ങേക്ക് കഴിയും കർത്താവ്. അതിന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതുപോലെ സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർക്കുണ്ടായിരുന്ന അപമാനങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുകയും കർത്താവ് അവർ സമാധാനത്തിലും വിശുദ്ധിയോടെയും ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കാൻ പരിശുദ്ധമായ ദേവമാതാവെ അങ്ങനെയുള്ള കുടുംബങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരെ കലഹത്തിൽ ഭിന്നതയിലിരിക്കുന്നവർ, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, കർത്താവ് അതിനുവേണ്ടി കർത്താവ് വൈരാഗ്യ ബുദ്ധിയോട് മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈരാഗ്യ ബുദ്ധിയോട് അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, അവരെല്ലാം സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളം ദൈവശക്തി അവസാദ രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള മരവിപ്പ് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ കരുണ പഠിക്കുന്ന മക്കൾ ഇവിടെ ആവശ്യിക്കട്ടെ, വിവാഹത്തിനായി ഒരുങ്ങുന്ന മക്കൾ മേൽ ആവശ്യിക്കട്ടെ, ആശ്രയി കിടക്കുന്ന മക്കൾ മേൽ ആവശ്യിക്കട്ടെ, രോഗികളുടെ മകളിൽ ആവശ്യിക്കട്ടെ. യേശുക്രിസ്തു നാമത്തിൽ മനസ്സമാധാനം അനുഭവിക്കട്ടെ. മനസ്സാധനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, പ്രായമായവർ, കുഞ്ഞുങ്ങൾ, മറ്റു മുതിർന്നവർ, ആർക്കെല്ലാം സമാധാനം നഷ്ടപ്പെട്ടു, അതിനുള്ള സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഭവനങ്ങളെ കർത്താവിനെ നീ ആശീർവദിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾ ആ ഈശോനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റപ്പോഴേ 4 കൊന്തയില്ലേ, എല്ലാ ദിവസവും 4 കൊന്ത എടുത്ത് വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലും, എന്നിട്ട് കുറച്ച് നടക്കുമ്പോൾ പ്രാർത്ഥിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ കുർബാന കയറിയപ്പോൾ കർത്താവ് പറഞ്ഞ് സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ആദ്യം കേൾക്കുകയാണ്, ഇത് സുവിശേഷത്തിൻ്റെ സുവിശേഷം. ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നല്ല രസമാണേ. നമുക്ക് ദൈവത്തിന് നമ്മളെന്തിനാണ് നമ്മൾ പലരുടെയും കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവത്തിന് സഹായം തേടുന്നവരാണ് നമ്മൾ. അതാണ് നമുക്ക് പറഞ്ഞ കുഴപ്പം. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തെ ഓർത്ത് ജീവിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് തോന്നുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന്. അങ്ങനെ തോന്നിയാൽ ദൈവം നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞത് എന്താ അറിയാവുക, സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ എന്താണ് ഈശോ പറയാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സുവിശേഷം വി നോ ഇറ്റ്. പിന്നെ സുവിശേഷം എന്നിട്ട് ഈശോ പറഞ്ഞത് ലുക്ക 10:35 വായിച്ചേ. അടുത്ത ദിവസം അടുത്ത ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ മരണപ്രായമായ മനുഷ്യനെ, മരണാസനായ മനുഷ്യനെ, മുറിവേറ്റ മനുഷ്യനെ, കള്ളമ്മട കൈയാക്കപ്പെട്ട മനുഷ്യനെ എണ്ണയും പിഞ്ഞയും വെച്ച് കെട്ടിയിട്ട് ഇവരെ കൊണ്ട് സത്തത്തിലാക്കത്തില്ലേ. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയും അയാളെ സത്തക്കാരന് ഇതിൻ്റെ പരിചരണം ഏൽപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അയാൾ തിരിച്ച് രാവിലെ എഴുന്നേറ്റ് അയാളുടെ ബിസിനസ്സിന് പോകാൻ നേരത്ത് അയാൾ പറയുന്നത് വാക്കാണോ ഈ സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞത്. എന്താണത്? അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ, നല്ല സമരക്കാരൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. അപ്പൊ ഞാനിങ്ങനെ 4 കൊന്ത കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കോൺഫറൻസ് കോളിന് ചുറ്റും നടക്കണ സമയത്തൊക്കെ അമ്മയെ കളത്തറയിരിക്കണ അമ്മയെ ഞാനിങ്ങനെ ചെരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നാണ് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. സുവിശേഷത്തിൽ ഏറ്റവും വലിയ വാക്കാണ്. എന്നുവെച്ചാൽ നമ്മളോട് ദൈവം പറഞ്ഞ എന്താണ്, നമ്മുടെ കയ്യിൽ വന്ന ഒരാൾ അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന്. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ആൾക്കാർ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് വരത്തില്ലേ.
അപ്പം എന്തെങ്കിലും ഒരു പോംവഴി കാണിക്കാതെ നമ്മളവരെ വിടത്തില്ല. പിന്നെന്താ പറയണത്? ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കുഴപ്പം? എന്താ? കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അതായത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവസ്നേഹം അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവസ്നേഹം കുറച്ച് മാത്രം അബ്സോർബ് ചെയ്യുന്നവരുണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ അവരെ സഹായിക്കും, പക്ഷെ തിരിച്ച് അവർ സഹായിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവൻ്റെ കാര്യം നോക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തന്നെ ഈശോയ്ക്ക് ഉണ്ടായത്. ഈശോ അപ്പായോട് പലപ്പോഴും പറഞ്ഞു, അപ്പാ കുരിശുമരണം വേണ, അപ്പാ കുരിശുമരണം വേണ. ഞാനിതിൻ്റെ ഇഞ്ചിഞ്ചായിട്ടല്ലേ ഞാൻ അപമാനിക്കപ്പെടുകയും സഹിക്കപ്പെടുകയും ചെയ്യണത്. എൻ്റെ ഈ 33-ാമത്തെ വയസ്സിൽ ഐക്കണ്ട് ഇമാജിൻ എന്നൊക്കെ പറയും. ചോര വരെ വിയർത്ത് ഗെത്സേമനിയിൽ. ഞാൻ പണ്ടൊരു കവിത വായിച്ചിട്ടുണ്ട്. അഗസ്റ്റിൻ ഐസക് എന്ന് പറഞ്ഞൊരു ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജീസസ് ദ റിബൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് വായിച്ചിരിക്കുന്നത്, ഓ ഫാദർ ഓഫ് മാഡ് ലവ്, യു ഹാവ് ലവ്ഡ് മെൻ മോർ ദാൻ യുവർ സൺ. അതായത് ഗെത്സേമനിൽ ഈശോ പ്രാർത്ഥിക്കണേ അപ്പായോട് വഴക്കിടും. ഓ ഫാദർ ഓഫ് മാഡ് ലവ്, ഭ്രാന്തമായി മനുഷ്യനെ സ്നേഹിക്കുന്ന അപ്പ, യു ഹാവ് ലവ്ഡ് യുവർ സൺ മോർ, യു ലവ്ഡ് മാൻ മോർ ദാൻ യുവർ സൺ. നിൻ്റെ മകനേക്കാൾ കൂടുതൽ നീ മനുഷ്യരെ സ്നേഹിച്ചില്ലേ എന്ന്. അതിൻ്റെ പേരിലാണല്ലോ ഇവൻ ക്രൂശിക്കപ്പെടേണ്ടി വരണത്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഈശോ പിതാവുമായിട്ട് ചില സമയത്ത് ഭയങ്കര ഹോട്ട് ആൻഡ് ഹീറ്റ് ഡയലോഗ് വരും. പക്ഷെ ഒടുവിൽ അപ്പ പറയും, സാരമില്ല, കൂടുതൽ ചിലവാകും. അപ്പ പറയും, ശരി ജീസസ്, ഇറ്റ്സ് ഓക്കെ, കൂടുതൽ ചിലവാകും, അത് നീ തിരിച്ചു വരുത്തല്ലേ, ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ തന്നെ തന്നോളാം. അപ്പ ഇങ്ങനെ പറയുമ്പോഴാണ് ആളെ ബലം പ്രാപിക്കുന്നത്. ആളെ ഉപരി തൻ്റെ മഹത്വം അതിൽ പറയും, എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലെ വാനം മേഘങ്ങളുടെ കൂടെ എഴുന്നള്ളി വരുമ്പോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പ പറഞ്ഞാണ് തിരികെ വരുമ്പോൾ പിന്നെ തിരിച്ച് പോണത് വന്ന പോലെ ആയിരിക്കത്തില്ല. വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആയിരിക്കും പോണത്. എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി കുരിശിലെ നിൻ്റെ കുരിശിൻ്റെ ബലികളിൽ എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി വരുന്നെങ്കിൽ ഐ വിൽ റീഫണ്ട് ഇറ്റ് എന്ന് അപ്പ പറയും. അപ്പ പറഞ്ഞിട്ടാണ് ഈശോ പറയണത്. അപ്പ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും സഹോദരനെ സന്ധിക്കുന്നതിൽ ചിലപ്പോൾ ചിലവാകേണ്ടി വരും, അപ്പോൾ ഐ വിൽ റീഫണ്ട് ഇറ്റ്. ഇവിടെ നമ്മുടെ കുടുംബജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ചിലവാകും. ഞാൻ മട്ടുത്തെന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെന്താ കൂടുതൽ ചിലവായിട്ട് അങ്ങനെ പറയണേ? ഇവിടുന്ന് എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു, മനുഷ്യൻ ചത്താൽ മതിയാന്നൊക്കെ പറയല്ലേ. അപ്പം ഞാനീ പറഞ്ഞ കാര്യം ഓർക്കണം, കൂടുതൽ ചിലവാകുകയാണ്. എന്താണ് ഇത്? ഭർത്താവ് തരണമെന്ന് നിർബന്ധമില്ല. ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയത് ഭാര്യ തരണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ചിലപ്പോൾ ക്ഷമയാകാം, ചിലപ്പോൾ ദയയാകാം, ചിലപ്പോൾ നന്മയാകാം, ചിലപ്പോൾ വിശ്വസ്തതയാകാം, ചിലപ്പോൾ കൂടുതൽ ചിലവാകും. അപ്പോൾ ആര് തരും? ഞാൻ തിരിച്ചു വരുമ്പോൾ തരും, കർത്താവ് തിരിച്ചു തരും. മക്കളെ വളർത്തുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോഴത്തെ മക്കളെ വളർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% പേർക്ക് നഷ്ടമല്ലേ. കാര്യം അവരുടെ ഒരു സന്ധിപ്പ് നമുക്ക് കിട്ടണില്ലല്ലോ. സന്ധിപ്പ് കിട്ടേണ്ട സമയത്ത് കിട്ടണില്ല. എന്നിട്ട് ഇന്ന് ഒരു അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ക്യാൻസർ രോഗിയായ അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രാർത്ഥിക്കുന്നതിനിടെ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ മകൻ ദുബായിലാണ്, അവൻ എന്നെ വിളിക്കണില്ലെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു, അയാളെ ആശ്വസിപ്പിച്ച് വിട്ടു. വിളിക്കും തീർച്ചയായിട്ടും. പക്ഷെ അതല്ല, അങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന എന്തുമാത്രം മനുഷ്യരാണ്. മക്കളെ വളർത്തിയിട്ട് കൂടുതൽ ചിലവാകുന്നവരില്ലേ. അപ്പോൾ എത്ര മക്കൾക്കിന് തിരിച്ചു കൊടുക്കാൻ പോയാലും മക്കൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പ, അയ്യോ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുന്നില്ലേ. ഈ അണ്ണന്മാർ അവർ ജീവിച്ചിരുന്നപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. കൂടുതൽ ചിലവാകും ഉറപ്പാണ്. അത് തിരിച്ചു തരാൻ ഒരാളുണ്ട്. ഇതെല്ലാം ടാലിയാക്കാൻ വേണ്ടി ഒരാളുണ്ട്. അതാരാണ്? നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി ഉയർത്തി നിന്നിട്ടവൻ, നമുക്ക് വീണ്ടും വരാതിരിക്കുന്നവൻ. അവൻ തിരിച്ചു വരുമ്പോൾ ടാലിയാക്കും. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.